ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മഭഗ്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ, മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലബല ജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂത്തുമൂർത്തുള്ള കല്ലും മുള്ളും. പുഷ്പസ്തരണ തുല്യങ്ങളെനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം, ഭീതിയുമേതുമേ എനിക്കില്ല ഭർത്താവേ. കഞ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലവും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു, രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ, എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ്. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു, എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ, സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടു ചെയ്ക നീ, ജാനകി ഹാരാതി ഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു, പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം, ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളമാതരാൽ, സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടുന്നിതശ്രുജലങ്ങളും. ജാനകി ദേവിയും അൻപോടരുന്ധതിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെയുപദേശവാക്കുമുര ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ. മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു മണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ. കാമദേവോപമൻ കാമദൻ സുന്ദരൻ
രാമൻ തിരുവടി നാനാ ജഗദഭിരാമനാത്മാ രാമനംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഃ, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ